ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ജ്യോതിസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു റിവ്യൂ ആണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയതായിട്ട് ഒരു മെമ്പർ കൂടി വന്നിട്ടുണ്ട്. ബോഷിൻ്റെ ഡിഷ് വാഷർ ഞങ്ങൾ വാങ്ങിച്ചത് ബോഷിൻ്റെ 13 പ്ലേസസ് സെറ്റിങ്സ് ഉള്ള ഒരു ഡിഷ് വാഷറാണ്. ഈയിടെയായി വാഷിംഗ് മെഷീൻ പോലെ തന്നെ എല്ലാവർക്കും ഡിഷ് വാഷറും വാങ്ങിക്കാനുള്ള ഐഡിയാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ ഇന്ത്യൻ കിച്ചണിൽ ഇത് ശരിയാകുമോ, നമ്മുടെ എണ്ണമേക്കുള്ള പാത്രങ്ങളൊക്കെ ഇതിൽ ക്ലീനായി വരുമോ എന്നൊക്കെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഇതിന് എത്ര വലുപ്പമുണ്ടാവും, ഇതിന് എത്ര കറണ്ടാവും, എത്ര വാട്ടറാവും, ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യുമോ എന്നൊക്കെ ഡൗട്ട്സ് ഉണ്ട്. ഞങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത ശേഷമാണ് ഞാൻ ഈ ഹോണസ്റ്റ് റിവ്യൂ ഇടുന്നത്. ഇതിന് ഒരു ഫുൾ ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ്റെ അത്ര വലുപ്പമേ ഉള്ളൂ. അധികം സ്പേസ് നമുക്കിതിന് വേണ്ട. വൺ ഡേ ഫുൾ ലോഡ് നമ്മൾ വാഷ് ചെയ്യുമ്പം 1 യൂണിറ്റ് കറണ്ടാണ് ആവുന്നത്. വാട്ടർ യൂസേജ് എന്ന് വരുന്നത് നമ്മൾ ഇതിൽ ഫുൾ ലോഡ് നമ്മൾ വച്ച് ക്ലീൻ ചെയ്യുമ്പം അത്രയും പാത്രങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായാലും ഒരു 1.5 ബക്കറ്റ് വെള്ളമെങ്കിലും വേണം. പക്ഷേ ഇതിൽ 10 to 15 ലിറ്റർ വെള്ളമാണ് തീരുന്നത്. അതുമാത്രമല്ല, പാത്രങ്ങളും നല്ലതുപോലെ ക്ലീൻ ആകുകയും ചെയ്യും, നല്ലതുപോലെ ഷൈൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ പൈപ്പ് കണക്ഷൻ, ഔട്ട്ലെറ്റ് കണക്ഷൻ, ഇലക്ട്രിസിറ്റി എല്ലാം തന്നെ നമ്മൾ സെയിം വാഷിംഗ് മെഷീനിൽ കൊടുക്കുന്നത് പോലെ തന്നെയാണ്. ഈ മെഷീനിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കാനും എണ്ണമെഴുക്കുള്ള കടായികൾ വയ്ക്കാനും എല്ലാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ആ ഓപ്ഷൻസ് സെറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഇതിനുള്ള ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് 70 ഡിഗ്രി ഹാട്ട് വാട്ടർ വച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് പാത്രങ്ങളൊക്കെ നല്ലതുപോലെ ക്ലീൻ ആവും. നമ്മളിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. മുകളിലിരുന്ന് താഴോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അകത്തായിട്ട് 2 ഡ്രായേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇത് റാക്ക്, നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കാനുള്ള റാക്കാണ് കൊടുത്തിട്ടുള്ളത്. ഡോറിൽ ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ ചെറുതെണ്ണം 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഒന്നിൽ ഡിഷ് വാഷിംഗ് ക്ലീനിങ് പൗഡർ അല്ലെങ്കിൽ ലിക്വിഡ്, ഒന്നിൽ റിൻസൈഡ്, രണ്ടും കൂടി ഇടാനാണ്. മുകളിലത്തെ റാക്കിൽ നമുക്ക് കപ്പ്, ടിഫൻ ബോക്സ്, ചെറിയ ചെറിയ ബൗൾസ് എന്ത് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. ഇതിൽ നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല, പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെയുള്ള റേക്കിൽ നമ്മൾ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കുമ്പം ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഇതിൽ ഒരുപാട് റാക്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് 2 സ്പൂൺ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഹോളിൽ നമുക്ക് സ്പൂണ് ഇട്ട് വാഷ് ചെയ്യാം. അല്ല വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കുകയും ചെയ്യാം. അഡീഷണലായിട്ട് അവരൊരു ബാസ്ക്കറ്റ്, സ്പൂൺ ഹോൾഡർ തന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഈ ഹോളിലൊക്കെ സ്പൂണും എല്ലാം കോർത്ത് വച്ചിട്ട് നമുക്ക് അകത്ത് വച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇത് നമ്മൾ വയ്ക്കുമ്പം നമുക്ക് ഒരുപാട് സ്ഥലം വേസ്റ്റാവും. നമ്മൾ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഈ ഫോൾഡബിളായിട്ടുള്ള റേക്ക് തന്നെ നമുക്ക് മതിയാകും. അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. ഈ റേക്കിൽ 2 കളറിലാണ് ഈ സ്റ്റാൻഡ് കൊടുത്തിട്ടുള്ളത്. ഈ ഡാർക്ക് ഗ്രേയിലുള്ള സ്റ്റാൻഡ് നമുക്ക് ഫോൾഡബിളാണ്. നമുക്ക് വലിയ ബൗൾസൊക്കെ വയ്ക്കുമ്പം നമുക്ക് അത് ഫോൾഡ് ചെയ്ത് വച്ചിട്ട് നമുക്ക് വയ്ക്കാം. ഈ ലൈറ്റ് ഗ്രേ ഉള്ളത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഗ്ലാസ്, കപ്സ്, മഗ്സ് ഇതെല്ലാം കോർത്തിയിടാനാണ്. സൈഡിലും നടുക്കും നമുക്ക് ഒരുപാട് ചെറിയ ബൗൾസ്, ടിഫൻ ബോക്സസ് എല്ലാം വയ്ക്കാനുള്ളതാണ്. ഇത് ഹാൻഡിലാണ് നമുക്ക് വലിക്കാനുള്ളത്. ഈ സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് ഒരു സ്പിന്നിങ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. ഇതിൽ കൂടി ഹാട്ട് വാട്ടർ വന്നിട്ട് ഇത് കറങ്ങും. അപ്പോൾ സ്പ്രേ ചെയ്തിട്ട് പാത്രങ്ങളൊക്കെ നല്ലതുപോലെ വൃത്തിയാവും. അതുപോലെ തന്നെ സ്റ്റാൻഡിൻ്റെ അടിയിലും ഒരു വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മൊത്തം 2 വീലാണ്. താഴെയും ഒരു വീൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് ഹോൾസ് ഉണ്ട്. വാട്ടർ വന്നിട്ട് ഈ ചെറിയ ചെറിയ ഹോൾസിലൂടെ വന്നിട്ട് ഫോൾസിൽ ഇങ്ങനെ സ്പ്രേ ചെയ്യും. അപ്പോഴാണ് നമ്മുടെ പാത്രങ്ങളിലുള്ള അഴുക്കൊക്കെ പോകുന്നത്. ഇവിടെ താഴെയുള്ള ട്രേയിൽ വലിയ വലിയ പാത്രങ്ങൾ വയ്ക്കാനുള്ള സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും ഡാർക്ക് ഗ്രേയിൽ ഒരു 2 ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ഫോൾഡബിളായിട്ടുള്ളതാണ്. പ്ലേറ്റൊക്കെ വയ്ക്കുമ്പം നമുക്ക് അത് യൂസ് ചെയ്യാൻ നിവർത്തി വച്ചിട്ട് നമുക്ക് ഇടയിലൊക്കെ വലിയ വലിയ പ്ലേറ്റൊക്കെ വയ്ക്കാം.
അല്ല കുക്കറും വലിയ പാത്രങ്ങൾ ദോശമാവ് പാത്രം വലിയ വലിയ ടിന്ന് ഇതൊക്കെ വയ്ക്കുമ്പം നമുക്ക് ഇത് ഫോൾഡ് ചെയ്ത് വച്ചിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഫോൾഡബിൾ ഫ്ലെക്സിബിളായിട്ട് കൊടുത്തിട്ടുള്ളത്. താഴത്തെ തട്ടിൽ 3 സെറ്റിങ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ മുകളിൽ കണ്ടതുപോലത്തെ സ്പിൻ ചെയ്യുന്ന ഒരു ഫാനും ഒരു ഫിൽറ്ററും ഒരു സാൾട്ട് കണ്ടെയ്നറുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഫിൽറ്റർ നമ്മൾ ഡെയിലി വാഷ് ചെയ്യുമ്പം നമ്മൾ പാത്രങ്ങളിലിരിക്കുന്ന അഴുക്ക്, കറിവേപ്പില, ചെറിയ ചെറിയ ഫുഡ് പാർട്ടിക്കിൾസ് എല്ലാം പോയിട്ട് ഈ ഫിൽറ്ററിൽ സ്റ്റോർ ആകും. അപ്പോൾ നമ്മൾ 2 ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ ഇതെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇത് തന്നെ ഇതൊക്കെ ഫിൽറ്റർ ഡിറ്റാച്ച് ചെയ്ത് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് പഴയതുപോലെ നമുക്ക് വയ്ക്കണം. അങ്ങനെ ഫിൽറ്റർ ക്ലീൻ ചെയ്ത ശേഷം നമുക്ക് ഇതിൽ വച്ചിട്ട് ഈ 2 ബ്ലാക്ക് ആരോ കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്ട്രൈറ്റായിട്ട് വയ്ക്കുമ്പം അത് ലാക്കായിക്കോളും. ഈ സാൾട്ട് കണ്ടെയ്നർ എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ നല്ലതുപോലെ വൃത്തിയാക്കാനുള്ള ഒരു സാൾട്ടാണ്. ഇതിന് യൂസ് ചെയ്യുന്ന ഒരു സാൾട്ടാണ്. ഇത് ബോർവെൽ വാട്ടർ, കിണറ്റ് വെള്ളം, ഉപ്പ് വെള്ളം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റാനാണ് ഈ സാൾട്ട് ഇടുന്നത്. ഇത് യൂസ് ചെയ്യാതെ ആ വെള്ളം നമ്മൾ വാഷ് ചെയ്യുമ്പം നമ്മുടെ പാത്രങ്ങളിലൊക്കെ ഇങ്ങനെ ഉപ്പ് പൊറിഞ്ഞതുപോലത്തെ ഒരു കറക്റ്റായിട്ട് വൃത്തിയാവില്ല. അതിന് വേണ്ടിയിട്ടുള്ള സാൾട്ടാണ് ഇത് 1 kg കപ്പാസിറ്റിയാണ് ഉള്ളത്. 1 kg നമ്മൾ ഒരു പ്രാവശ്യം ഇട്ട് വെച്ചാൽ അത് 1.5 മാസത്തോളം നമുക്ക് യൂസ് ആവും. നമ്മൾ ഡെയിലി ഇടണ്ട, മെഷീൻ തന്നെ ആവശ്യത്തിന് അത് എടുത്ത് യൂസ് ചെയ്തോളും. ഈ സാൾട്ട് തീരുമ്പം ഇൻഡിക്കേഷനിൽ കാണിക്കും, അപ്പോൾ മാത്രം നമ്മൾ ഇട്ട് വെച്ചാൽ മതി. അതുപോലെ തന്നെ ഡോറിൽ 2 ചെറിയ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഒന്ന് ഡിഷ് വാഷർ ലിക്വിഡ് അല്ലെങ്കിൽ ഡിഷ് വാഷർ പൗഡർ ഇടാനും ഒന്ന് റിൻസ് സൈഡ് ഇടാനുമുള്ള കമ്പാർട്ട്മെൻറ്റാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ബോഷിൻ്റെ റിൻസ് സൈഡാണ്. ഇത് ഒരുപാട് ദിവസം വരും. ഞാൻ തന്നെ ഇപ്പോൾ 2 പ്രാവശ്യമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കപ്പാസിറ്റി ഒരു 50 ml വരുമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഒരു പ്രാവശ്യം ഒഴിച്ചാൽ അത് തന്നെ അത് യൂസ് ചെയ്തോളും. അത് തീരുമ്പം നമുക്ക് ഇൻഡിക്കേഷനിൽ കാണിക്കും, അപ്പോൾ നമ്മൾ ഒഴിച്ചാൽ മതി. എന്നും ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ ഈ ചെറിയ കമ്പാർട്ട്മെൻറ്റിൽ ഡിഷ് വാഷർ പൗഡർ അല്ലെങ്കിൽ ലിക്വിഡാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഫോർച്യൂണിൻ്റെ ഡിഷ് വാഷർ പൗഡറാണ്. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇത് നമുക്ക് 10 ഗ്രാം മതി എന്നാണ് അവർ പറയുന്നത്. ഒരു ഫുൾ ലോഡ് പാത്രങ്ങളിന് 10 ഗ്രാം മതി. ഇത് നമ്മൾ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ അത് തന്നെ അത് ഓപ്പണായി നമുക്ക് വാഷിങ്ങിന് ഹെൽപ്പ് ചെയ്യും. ലിക്വിഡും വാങ്ങിക്കുന്നവർക്ക് ലിക്വിഡും ഒഴിക്കാം എന്നുള്ളതാണ്. എല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടുന്നുണ്ട്. ഈ ഡോറിലും അവർ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പാത്രങ്ങൾ വയ്ക്കാം, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കതൊരു ഗൈഡ് പോലെ നമുക്കത് യൂസ് ചെയ്യാം. ഇവിടെ തന്നിട്ടുള്ള ഓരോ ഓപ്ഷനും ഓരോ ഫങ്ഷനും ഓരോ രീതിയിലാണ് നമുക്ക് യൂസ് ആവുന്നത്. ഈ ഒരുപാട് എണ്ണപ്പിശുക്കും ഒരുപാട് അഴുക്കുമുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഇൻറ്റൻസീവ് കടായി എന്ന ഓപ്ഷനിലാണ് വാഷ് ചെയ്യേണ്ടത്. അത് 70 ഡിഗ്രി ഹാട്ട് വാട്ടറിലാണ് അത് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നമ്മൾ എണ്ണ പാത്രങ്ങളൊക്കെ എണ്ണ ഡപ്പ, എണ്ണക്കുപ്പി ഇതൊക്കെ വയ്ക്കുമ്പോൾ നല്ല ക്ലീനായി കിട്ടും. ഇതുപോലെയാണ് ഓരോ ഓപ്ഷനും വർക്കാവുന്നത്. ഇതിൽ സ്റ്റെയിൻലെസ് സ്റ്റീല്, പിന്നെ ഗ്ലാസ് വേസ്, സെറാമിക് വേസ്, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ്, മിക്സി ഇതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. അലുമിനിയം, ക്വാളിറ്റി ഇല്ലാത്ത ഗ്ലാസ് വേസ്, പ്ലാസ്റ്റിക്സ് ഇതൊന്നും യൂസ് ചെയ്യാൻ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ, അയൺ പാത്രങ്ങൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ മൈക്രോവേവിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം ഇതിൽ വയ്ക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ വരുന്ന പാത്രങ്ങളിലൊക്കെ അവർ ഡിഷ് വാഷർ ഫ്രീ എന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ അവർ മാനുവലിൽ പറഞ്ഞിട്ടുള്ളത് നോ നീഡ് ടു റിൻസ് എന്നാണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ ആ അഴുക്കോട് കൂടി തന്നെ മെഷീനിൽ വയ്ക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞാൻ അനുഭവത്തിൽ കണ്ടത് അത് ശരിയായ രീതിയല്ല എന്നാണ്. നമ്മൾ അപ്പോഴപ്പോഴായിട്ടുള്ള പാത്രങ്ങൾ ഒന്ന് റിൻസ് ചെയ്തിട്ട് അകത്ത് വയ്ക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 1 ഡേ ഫുള്ളും ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ
അപ്പോൾ ഉള്ള പാത്രങ്ങൾ നമുക്ക് ഒന്ന് വാഷ് ചെയ്ത് അകത്ത് അപ്പോഴപ്പോഴായിട്ട് ഞാൻ വയ്ക്കും. എന്നിട്ട് രാത്രി 10 മണിക്ക് ശേഷം ഞാൻ ഓൺ ചെയ്ത് വയ്ക്കും. അത് രാവിലെ കഴിക്കുമ്പം നമുക്ക് ഫ്രഷായിട്ട് പാത്രങ്ങൾ എടുക്കാൻ സൗകര്യമായിരിക്കും. അല്ലാതെ തന്നെ നമ്മൾ എച്ചിൽ പാത്രങ്ങൾ ഇങ്ങനെ അഴുക്കായിട്ട് നമ്മൾ ബേസിനിൽ കുന്നുകൂടി ഇടേണ്ട ഒരു കാര്യമില്ലല്ലോ. ആരെങ്കിലും വന്നാലും അത് നല്ല കാഴ്ചയായിരിക്കില്ല. അത് മാത്രമല്ല ഹൈജീനിക്കുമല്ല. പല്ലി, പാറ്റ എന്നിവ വന്ന് അതിൻ്റെ പുറത്തിരിക്കും. അപ്പോൾ അത് നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടി അടുക്കുമ്പം നമുക്കതൊരു പെരിയ സ്ട്രെസ്സായിട്ട് നമുക്ക് തോന്നും. ഇതാണെങ്കിൽ അപ്പോഴപ്പോഴായിട്ട് എച്ചിലാവുന്നത് നമുക്ക് അകത്ത് അടുക്കി വച്ചിട്ട് നമുക്ക് ലാസ്റ്റിൽ ഓൺ ചെയ്താൽ മതി എന്നാണ് അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ സാധാരണ വീടുകളിൽ നമ്മളായാലും സെർവൻ്റ് മെയ്ഡായാലും നമ്മളിങ്ങനെ ഉണക്കി ഇട്ടിരിക്കാറില്ലല്ലോ. അത് നമുക്ക് കഴുകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാല് കാച്ചിയതും അടിപിടിച്ച സാധനങ്ങളുമൊക്കെ നമ്മൾ അങ്ങനെ ഇട്ടിരുന്നാൽ കഴുകുന്നവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാണെങ്കിൽ നമുക്ക് അടിപിടിച്ച പാത്രങ്ങളൊക്കെ മെറ്റൽ സ്ക്രബ് വെച്ച് ഒന്ന് കളഞ്ഞിട്ട് വേണം അകത്ത് വയ്ക്കാൻ. അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് ക്ലീൻ ആവില്ല. പാൽപാത്രങ്ങൾ അതുപോലെ ഒരുപാട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്ത് ചുരണ്ടിയിട്ട് വയ്ക്കുന്നതാണ് നല്ലത്. ഇത്രയും വില കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ചിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും നമുക്കത് ലൈഫ് ലോങ് വരാനായിട്ട്. അതുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ കെയർ എടുത്താൽ നല്ലതായിട്ട് നമുക്ക് യൂസാകും. കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ അടുക്കി വച്ചിട്ടുണ്ട്. എല്ലാ പാത്രങ്ങളും ഇതുപോലെ കവിഴ്ത്തി വേണം അടുക്കി വയ്ക്കാനായിട്ട്. മുകളിൽ അധികം തട്ടണ്ട, ഇങ്ങനെ ഒരു ഗ്യാപ്പ് കിടക്കണം. അതുപോലെ തന്നെ നമ്മൾ കറണ്ടിയൊക്കെ വയ്ക്കുമ്പം ഇങ്ങനെ ചരിച്ച് ഈ കറണ്ടിയുടെ പിടി നമ്മുടെ ഫാനിൽ തട്ടാതിരിക്കണം. പ്ലേറ്റൊക്കെ ഒന്നിൽ ഇങ്ങനെ കവിഴ്ത്തി വെക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചരിച്ച് വെക്കണം. അത് നമ്മുടെ സ്ഥലം നമ്മൾ ചെയ്ത് വരുമ്പം നമുക്ക് ആ ഐഡിയ കിട്ടും. ആദ്യം നമുക്ക് കുറച്ച് പാത്രമേ വയ്ക്കാൻ പറ്റൂ എന്ന് തോന്നും. പക്ഷേ നമ്മൾ ചെയ്ത് വരുമ്പം പരമാവധി പാത്രങ്ങൾ നമ്മളതിൽ കൊള്ളിക്കാൻ നോക്കും. ഇതിന് വെയിറ്റ് പരിമിതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഷ് ചെയ്യുമെന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വയ്ക്കാമെന്നുള്ളതാണ്. ഇത് ഞാൻ നല്ലൊരു വലിയ പാത്രമാണ്. എല്ലാം ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇത് മൈക്രോവേവിൽ വയ്ക്കുന്ന ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിൽ വെച്ചാൽ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിൽ വച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതാണല്ലോ വച്ചിട്ടുള്ളത്. ഇനി ലഞ്ചും ഡിന്നറും വരുമ്പം നമുക്ക് ചിലത് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുപോലെ നമുക്ക് മാറ്റി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. എത്ര കൊള്ളും ഇതുപോലെ സ്പൂണ് ഇതുപോലെ വയ്ക്കണം. അപ്പോൾ ഇവിടെ സ്പൂണ് ഇങ്ങനെ കറങ്ങുമ്പം ഈ ഫാന് കറങ്ങുമ്പം തട്ടാതെ ഇങ്ങനെ ഈ പിടി ഇങ്ങനെ വരണം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇവിടെ ഇതുപോലെ വലിയ പാത്രങ്ങൾ, കുക്കർ ഇതൊക്കെ വയ്ക്കാം. ചരിച്ച് വേണമെങ്കിൽ ചരിച്ച് വയ്ക്കാം, അത് നിൽക്കും. ഇതൊക്കെ ഞാൻ ചുമ്മാ സാമ്പാർ പാത്രമാണ്. ഇതൊക്കെ ഞാൻ ചുമ്മാ റിൻസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നല്ലതുപോലെ വൃത്തിയാകും. അതുപോലെ പ്ലേറ്റ് ഇതുപോലെ ചരിച്ച് വയ്ക്കണം. ഇപ്പോൾ ഇതൊരു വലിയ പ്ലേറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ചെറിയ പ്ലേറ്റാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്യുമ്പം നമുക്ക് എല്ലാ സ്ഥലവും കൊള്ളും. ഒരേ രീതിയിൽ നമുക്ക് അടുക്കി വയ്ക്കുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം പറ്റില്ലെങ്കിലോ. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ ഡിന്നറൊക്കെ കഴിഞ്ഞു. അതിൻ്റെ പാത്രങ്ങളും കൂടി ഇതിൽ അടുക്കി വയ്ക്കുകയാണ്. ഇവിടെ മിക്സി ഞാൻ വച്ചിട്ടുണ്ട്. മിക്സി നമ്മളിങ്ങനെ കമിഴ്ത്തി വയ്ക്കാം. പക്ഷേ നമ്മൾ രാവിലെ നോക്കുമ്പം ഇവിടെ വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ട് ഇങ്ങനെ ചരിച്ച് വയ്ക്കാം. മിക്സിയുടെ ക്യാപ്പ് വയ്ക്കാം. പക്ഷേ ഇതിൻ്റെ വാഷർ നമുക്ക് വയ്ക്കാൻ പാടില്ല. ക്യാപ്പ് ഈ പ്ലാസ്റ്റിക്കൊക്കെ വയ്ക്കാം. ഇതിൽ പരമാവധി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ തട്ടിൽ പോകാം. ഇവിടെ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. സ്റ്റീൽ കുക്കറാണ്. കുക്കർ വെച്ചിട്ടുണ്ട്. ഇത് പാൽപാത്രമാണ്, ചായ ഇട്ട പാത്രം. ഞാൻ വെറുതെ ഒന്ന് അലസിയിട്ട് ഇങ്ങനെ വെച്ചതാണ്. എങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാം. കുക്കറിൻ്റെ അടപ്പ് ഇങ്ങനെ വയ്ക്കാം.
ഇത് ടബ്ബർ വെയറിൻ്റെയാണ്. ഇത് മൈക്രോവേവിലും വയ്ക്കാം, അതുകൊണ്ട് ടബ്ബർ വെയർ ഇതിൽ വയ്ക്കാം. ഇത് ഉള്ളതിലും ഒരു വലിയ പ്ലേറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് നടുക്ക് വയ്ക്കാൻ പാടില്ല, ഇങ്ങനെ അറ്റത്ത് വേണം വയ്ക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ ഫാനിൽ തട്ടും. ഇങ്ങനെ വച്ചിട്ട് നമ്മളിനി ഈ ഫാന് ഇതിൽ ഇങ്ങനെ കറങ്ങി നോക്കണം. ഇവിടെ ഒരു ഫാനുണ്ടല്ലോ, ഈ ഫാന് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എന്തെങ്കിലും നമുക്ക് തടയുന്നുണ്ടോ, തട്ടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ താഴത്തെ ഫാനും ഇത് വച്ചിട്ട് താഴത്തെ ഫാനും നമുക്ക് അടച്ചു നോക്കണം. നമുക്കിനി അടയ്ക്കാം. താഴത്തെ ഫാനും കറക്കി നോക്കണം. നല്ല ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ടെന്ന് ഒരു പ്രാവശ്യത്തിന് 2 പ്രാവശ്യം നമ്മൾ ഉറപ്പ് വരുത്തിയിട്ട് നമുക്കത് ഇനിയിപ്പോൾ ഒന്നും തട്ടുന്നില്ല. ഇനി നമുക്ക് ഡിറ്റർജൻറ്റ് ഇട്ട് നമുക്ക് ഓൺ ചെയ്യാം. ക്ലീനിങ് ഡിറ്റർജൻറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് പവർ പ്ലഗ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ ഇൻറ്റൻസീവ് കടായി ഓപ്ഷനാണ് വച്ചിട്ടുള്ളത്. അത് 1.5 hours ടൈം. അപ്പോൾ നമുക്ക് ഫുൾ ലോഡ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഡ്രൈ കൂടി വയ്ക്കുകയാണ്. ഇപ്പോൾ 145 minutes ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ അടിയിൽ സാൾട്ടിൻ്റെ റെഡ് ലൈറ്റാണ് കാണിക്കുന്നത്. ഫസ്റ്റ് ഇരിക്കുന്നത് വാട്ടറിൻ്റെയും, സെക്കൻഡ് സാൾട്ടും, മൂന്നാമത് റിൻസൈഡിൻ്റെയുമാണ്. റിൻസൈഡ് ഇപ്പം നമുക്ക് ഉള്ളതുകൊണ്ട് അത് റെഡ് ലൈറ്റ് കാണിക്കുന്നില്ല, വാട്ടറും ഉള്ളതുകൊണ്ട് അത് കാണിക്കുന്നില്ല. ഇപ്പോൾ ഇത് ഫങ്ഷൻ തുടങ്ങി. ഇത് ഒട്ടും നോയ്സ് ഇല്ലാത്ത ഒരു ഫങ്ഷനാണ്, ശബ്ദം ഒട്ടും തന്നെ ഉണ്ടാവുന്നില്ല. നമ്മൾ ഇനി രാവിലെ ഒന്ന് നോക്കുമ്പം നമുക്ക് പാത്രങ്ങളൊക്കെ ഫ്രഷായിട്ട് ഉണ്ടാവും. ഇത് അടുത്ത ദിവസം രാവിലെയാണ്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ തലേ ദിവസം വെച്ച പാത്രങ്ങൾ അതുപോലെ തന്നെ ഇരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയില്ല, ഇത് ഷേക്കാകുകയില്ല, നമ്മൾ വച്ചതുപോലെ തന്നെ ഇരിക്കും. അതാണ് അതിലൊരു സ്പെഷ്യാലിറ്റി. നമ്മൾ ഫങ്ഷൻ്റെ ഇടയ്ക്ക് തുറക്കുകയാണെങ്കിൽ ഭയങ്കര ഹീറ്റായിരിക്കും. അതുപോലെ ഫങ്ഷൻ കഴിഞ്ഞിട്ട് ഉടൻ തന്നെ തുറക്കുകയാണെങ്കിൽ നല്ല ഹീറ്റായിരിക്കും. ഇത് രാവിലെ ആയതുകൊണ്ട് ആ വാട്ടർ വേപ്പറിൻ്റെ ചൂടിൻ്റെ വാട്ടർ വേപ്പറിൻ്റെ വെള്ളമാണ് കുറച്ച് ഡ്രാപ്സ് ആയിട്ട് ഇങ്ങനെ കാണുന്നത്. എല്ലാ പാത്രങ്ങളും നല്ലതുപോലെ ക്ലീനായി വന്നിട്ടുണ്ട്. ഇത് എല്ലാ വീട്ടിലും വേണമെന്നുള്ളൊരു അത്യാവശ്യ പ്രോഡക്റ്റാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണ്ട് വാഷിംഗ് മെഷീൻ ഇത് വേണോ വേണ്ടയോ എന്നിരുന്നവർ പോലും ഇപ്പോൾ എല്ലാ വീട്ടിലും സുലഭമായിട്ട് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതും എല്ലാ വീട്ടിലും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇത് ഇന്ത്യൻ കിച്ചന് പറ്റിയ ഒരു പ്രോഡക്റ്റാണ്. ഇത് ഒരു ഹാണസ്റ്റായിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ജ്യോതിസ് കിച്ചൻ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കനെയും ക്ലിക്ക് ചെയ്ത് ആൽ എന്നുള്ളൊരു ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പീസും റിവ്യൂസും വ്ളോഗ്സും എല്ലാം നിങ്ങൾക്ക് ഉടൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.